ഒരു ദേശീയ നേതാവിനെ കളത്തിലിറക്കി സംസ്ഥാനത്ത് പാർട്ടിയുടെ അമരത്തിരുത്തുക എന്ന തന്ത്രമാണ് രാജീവ് ചന്ദ്രശേഖറിലൂടെ ബി.ജെ.പി. പുറത്തെടുക്കുന്നത്. കാലങ്ങളോളം കേരള ഘടകത്തിൽ ബി.ജെ.പി. നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഭാഗീയതയും ചേരിപ്പോരും ഒരു പരിധിവരെ അവസാനിപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖറിലൂടെ കഴിയുമെന്നും ദേശീയ നേതൃത്വം കണക്കുകൂട്ടുന്നു. പക്ഷേ മലയാളിയെങ്കിലും കേരളവുമായി അത്ര കണ്ട് ബന്ധമില്ലാത്ത ഈ പാലക്കാട്ടുകാരന് ഇടതു വലത് അധികായന്മാർക്കൊപ്പം തന്ത്രങ്ങളും കരുക്കളും നീക്കുക എന്നതാകും ഇനിയുള്ള രാഷ്ട്രീയ വെല്ലുവിളി. വ്യവസായ പ്രമുഖൻ എന്ന നിലയിലായിരുന്നു രാജീവ് ചന്ദ്രശേഖറെ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത്. പിന്നീട് ബി.ജെ.പി. രാഷ്ട്രീയത്തിലൂടെ കളം പിടിച്ചു. 2006 കർണാടകയിൽ നിന്നുമുള്ള രാജ്യസഭാംഗമായപ്പോൾ 2024 വരെയും ആ പദവി തുടർന്നു. രാജ്യസഭാംഗമായിട്ട് കൂടി 2020 വരെയും മലയാളികൾക്ക് അത്ര കണ്ട് സുപരിചിതനായിരുന്നില്ല രാജീവ് ചന്ദ്രശേഖർ. ഇതിനിടെ രണ്ടാം മോദി സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായതോടെ രാജീവ് ചന്ദ്രശേഖർ എന്ന മലയാളിയായ കേന്ദ്ര സഹമന്ത്രിയെ കേരള രാഷ്ട്രീയം സജീവമായി നിരീക്ഷിക്കാൻ തുടങ്ങി. 2021 മുതൽ 2024 വരെയായിരുന്നു കേന്ദ്ര IT സഹമന്ത്രി പദവി. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയും കേരളവുമായി നേരിട്ടുള്ള ബന്ധം അത്രത്തോളം ഉണ്ടായിരുന്നുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലമായ തിരുവനന്തപുരത്ത് ശശി തരൂർ എന്ന വിശ്വപൗരന്റെ തേരോട്ടത്തിന് തടയിടാൻ മറ്റൊരു വിശ്വപൗരനായി രാജീവ് ചന്ദ്രശേഖറെ ബി.ജെ.പി. കളത്തിലിറക്കി. കേരളവുമായി അത്രത്തോളം ബന്ധമില്ലാത്ത ദേശീയ നേതാവിനെ മലയാളി ആയതുകൊണ്ട് മാത്രം തലസ്ഥാന നഗരം സ്വീകരിക്കുമോ എന്ന ആശങ്ക തുടക്കം മുതൽ എല്ലാവരും പങ്കുവച്ചു. എന്നാൽ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ച് വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം രാജീവ് ചന്ദ്രശേഖറെ 3.5 ലക്ഷത്തോളം വോട്ടുകൾ നൽകി നെഞ്ചിലേറ്റി. ശശി തരൂരിന്റെ ജനകീയത വെറും 15,000-ഓളം ഭൂരിപക്ഷമാക്കി വിറപ്പിച്ചു നിർത്താൻ രാജീവ് ചന്ദ്രശേഖറിലൂടെ കരുക്കൾ നീക്കിയ ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിന് കഴിഞ്ഞു. ആ തന്ത്രങ്ങൾ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്കും അവരോധിക്കുന്നത്. ഏറ്റവും നിർണായകമായ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രാജീവ് ചന്ദ്രശേഖർ എന്ന ബി.ജെ.പിയുടെ വിശ്വപൗരന് സംസ്ഥാനത്തെ അമരത്തിരുന്ന് പാർട്ടിയെ നയിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇടതു വലതു മുന്നണികൾ ബി.ജെ.പിയെ ഭയന്നു തുടങ്ങിയ കാലത്താണ് മുന്നണി രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയായി മാറാൻ രാജീവ് ചന്ദ്രശേഖറിലൂടെ കഴിയുമെന്ന ആത്മവിശ്വാസം പാർട്ടി പുറത്തെടുക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.